ആൻഡ്രൂ അഗസ്റ്റിൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു 40-45 ദിവസം കഷ്ടി, പരമാവധി 45 ദിവസമേ ഉള്ളൂ. അടുത്ത ഏപ്രിൽ 15-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗ്രാഫ് സർക്കാർ ഉയർത്താൻ ശ്രമിക്കുന്നു. തുടരെ ഫ്ലഡ് ചെയ്യാണ്, PR വെച്ചുകൊണ്ട് തന്നെയുള്ള പരസ്യങ്ങൾ ഫ്ലഡ് ചെയ്യുന്നു. എന്താണോ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നു. അതേസമയം പ്രതിപക്ഷം കൊണ്ടുവന്ന പല വിവാദങ്ങളും ഒന്നുകിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമേൽക്കുന്നു, അതല്ലെങ്കിൽ പിന്നീട് അവർക്ക് ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ സ്വർണ്ണക്കൊള്ളയടക്കം വിഷയങ്ങളിൽ ഇപ്പോൾ ഒരു പ്രതികരണവും നമ്മൾ കേൾക്കുന്നില്ല. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ തൊടാൻ പറ്റുന്നില്ല പ്രതിപക്ഷത്തിന്, ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല. വിവാദങ്ങൾ മറികടക്കുമോ സർക്കാർ? കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമില്ലാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുടർഭരണം എന്ന് പറയുന്നത്. കാരണം ഓരോ 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറി മാറി വരിക എന്നുള്ളതാണ്. ഈ തുടർഭരണം വന്നാലുള്ള ഗുണം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നോക്കുന്നത് കേരളത്തിലെ വികസനമായിരുന്നല്ലോ. കാരണം വളരെ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്, വളരെ ഭൂമിക്ക് വില കൂടിയ സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൽ വികസനം കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പണിപ്പെട്ട ഒരു ജോലിയാണ്. അങ്ങനെ വലിയ രീതിയിൽ വികസനം കൊണ്ടുവരാൻ കഴിയില്ല എന്നെല്ലാമാണ് പൊതുവേ കേരളത്തെക്കുറിച്ച് പുറത്ത് പറയുന്നത്. കേന്ദ്രം വരെ അങ്ങനെയാണ് പറയുന്നത്. കാരണം കേരളത്തിൽ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ വരാൻ കഴിയത്തില്ല, വലിയ റോഡുകൾ ചെയ്യാൻ കഴിയത്തില്ല, കാരണം അതിന് സ്ഥലത്തിന് വില കൂടുതലാണ്. അപ്പം ഒരു വികസനവും നടത്താൻ കേരളം പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തെ അവഗണിച്ചിട്ടിരുന്ന ഒരു സ്ഥലത്താണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട വർഷങ്ങൾ ഉണ്ടാവില്ല. കാരണം 2018 എന്താ പറയുക, വെള്ളപ്പൊക്കം വരുന്നു, അത് കഴിഞ്ഞ് കോവിഡ് വരുന്നു, അത് കഴിഞ്ഞ് ഓക്കി വരുന്നു, അത് കഴിഞ്ഞിട്ട് വയനാട് ദുരന്തം വരുന്നു. അങ്ങനെ ഇതെല്ലാം കേരളത്തെ ഒന്നടക്കം പിടിച്ച് കുലുക്കിയതാണ്. കാരണം ഈ പറയുന്ന ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കേരളം അപ്പാടെ മുങ്ങിപ്പോയതാണ്. അവിടുന്ന് ഇത്രയും തിരിച്ചടികൾ നേരിട്ടിട്ടും ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടിട്ടും കേരളം പോലൊരു സംസ്ഥാനം വേറെ ഒരു സഹായവുമില്ലാതെ പിടിച്ചു നിന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം അതിനൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ആ നേതൃത്വത്തിൻ്റെ ഒരു എന്താ പറയുക, ആ നേതൃത്വം പറയുന്നത് പോലെ കേരളം ഒരൊറ്റ മനസ്സോടുകൂടി ചലിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ്റെ 2ാമത്തെ ടേമിൻ്റെയൊക്കെയുള്ള തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ 21-ൽ 2ാമത് വരുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ പറഞ്ഞ ദുരന്തങ്ങളിൽ നിന്ന് കരകയറിയതിനേക്കാൾ അപ്പുറം കേരളത്തിൽ വികസനം കൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ വികസനത്തെ ഒന്നും നമ്മൾ ഈ പറയുന്ന 2026 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ദുരന്തം ഉണ്ടായതുപോലും നമ്മുടെ മനസ്സിലില്ലാത്ത അവസ്ഥയെത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മൾ കണ്ടത് ഏറ്റവും വലിയ ദുരന്തമാണ്. അവിടെ പോയി നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണല്ലോ. അപ്പം അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു ആഴവും നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ നിന്ന് അതൊരു കണ്ണീരിൽ നിന്ന് ഒരു പുഞ്ചിരിയിലേക്ക് മാറിയത് ഈ പറയുന്ന ആ പ്രൊജക്റ്റ് വയനാട് 178 വീടുകൾ കൊടുക്കുകയും ബാക്കി 400ഓളം വീടുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പുഞ്ചിരിയിലേക്ക് മാറിയത് എങ്ങനെയാണ്? ആ ദുരന്തത്തെ നമ്മൾ മറക്കുന്നത് ഈ പറയുന്ന വീടുകളും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുക്കാനുള്ള ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതിനൊരു ദീർഘവീക്ഷണം വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാവാം ഈ പറയുന്ന വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രൊജക്റ്റുകളെ കണ്ടിട്ടില്ല എന്നുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഏറ്റവും നല്ല സ്ഥലം കണ്ട്, വയനാട്ടിലെ ഏറ്റവും സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം കണ്ടെത്തുകയും അവിടെ ഈ പറയുന്ന ഒരു പുതിയ ചൂരൽമല അവിടെ ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചു, അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഓരോ പ്രവൃത്തിയും നമ്മൾ കാണേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു നാഷണൽ ഹൈവേ കൊണ്ടുവരണമെങ്കിൽ 45 മീറ്റർ റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നാഷണൽ ഹൈവേ പണിയാൻ പറ്റുള്ളൂ എന്ന് കേന്ദ്രം പറയുകയും നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞുകൊണ്ട് നമുക്ക് മാക്സിമം എടുത്തു തരാൻ പറ്റുന്നത് 35 മീറ്റർ മാത്രമാണ് എന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ 35 മീറ്ററിൽ നാഷണൽ ഹൈവേ പണിയാൻ പറ്റില്ലെന്ന് കേന്ദ്രം പറയുകയാണ്. അങ്ങനെ ആ പദ്ധതി ഉപേക്ഷിച്ചിട്ട് പറയുകയാണ്, ഉമ്മൻചാണ്ടി സർക്കാർ പറയുകയാണ് 35 മീറ്ററിലാണെങ്കിലേ ഇത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് നടക്കാൻ പോകുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റ് അവിടെ ഉപേക്ഷിക്കുകയാണ്. അവിടെയാണ് കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപ മുടക്കി കേരളത്തിലുള്ള മുഴുവൻ ഹൈവേക്ക് വേണ്ട സ്ഥലം മുഴുവൻ ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറിയിട്ട് പറയും ഇനി നിങ്ങൾ പണിയൂ എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 വർഷം കൊണ്ട് കേരളത്തിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പൂർത്തിയാകുകയാണ്. 45 മീറ്ററിലാണെന്ന് ഓർക്കണം. അതിൻ്റെ ഒരു 80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്ന് പറയുന്നത് സമരങ്ങളുടെ ഭാഗമായി ഇങ്ങനെ കൂട്ടിക്കിടന്ന ഒരു സംവിധാനം അത് പൂർത്തീകരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വികസനത്തിന് അനുയോജ്യമായ സ്ഥലമാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ച ഒരു സർക്കാരാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ എന്നുള്ളത്. അത് നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉള്ളതാണ് എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് ഈ
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോൾ പല ആരോപണങ്ങളും പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത കാലത്തായിട്ട് ഒരു ഫാക്ടറിയിലേക്ക് സമരം നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു സ്ഥലത്തും ഫാക്ടറിയിൽ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായി രാജീവ് മിനിസ്റ്റർ വന്നതിന് ശേഷം നമ്മൾ കാണുന്നില്ലല്ലോ. വലിയ രീതിയിലുള്ള ഈ വ്യവസായ വികസനം കേരളത്തിൽ നടന്നല്ലോ. എത്രയോ കുത്തക കമ്പനികൾ കേരളത്തിൽ വന്നു അവരുടെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നു. അപ്പം ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട പ്രൊജക്റ്റാണ് വിഴിഞ്ഞം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അത് പൂർത്തീകരിച്ചു, അതിൻ്റെ സ്റ്റേജിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട ഒരു പദ്ധതിയാണ് കണ്ണൂർ വിമാനത്താവളം. കാരണം വെറും മണ്ണിൽ വിമാനം ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അല്ലേ. അന്ന് ഏതോ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് എങ്ങാണ്ട് കൊണ്ടു മണ്ണിലിറക്കി പൊടി പറന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ആ പ്രൊജക്റ്റ് മാറി ഒരു അതിഗംഭീരമായി വിമാനത്താവളം. വലിയ വിമർശനം, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇറക്കാൻ കഴിയുന്ന വിമാനമാണ് കൊണ്ടുപോയി. അതെ. അപ്പം കണ്ണൂരിൽ ഒരു വിമാനത്താവളം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉയർത്തെഴുന്നേൽ നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ് നമ്മളെപ്പോഴും അഹങ്കരിക്കുന്നതും നമ്മുടെ എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്താണ്, കേരളത്തിലല്ല ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെന്നുള്ളതാണ്. ആ സ്ഥലത്താണ് നമ്മളെവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾ 45% വരുന്ന സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരുന്നത്, സർക്കാർ സ്കൂളാണെന്ന് ഓർക്കണം കേട്ടോ, അത് പൂട്ടിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും ഒരു സ്കൂളുകൾ പോലും പൂട്ടാതെ എന്ത് സംഭവിച്ചു? 111ഓളം പുതിയ സ്കൂളുകൾ കേരളത്തിൽ പണിതു. 45,000 ഹൈടെക് ക്ലാസ് മുറികൾ കേരളത്തിൽ പണിതു എന്നുള്ളത്. അതെല്ലാം എവിടെയാണ്? സർക്കാർ സ്കൂളുകളിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതുപോലെയുള്ള വലിയ വികസനം നമ്മൾ കേരളത്തിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ വികസനങ്ങളെ നമ്മൾ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കി ഇല്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ PRDയുടെ PRD പരസ്യം ചെയ്തിരുന്നതിനെ കുറിച്ചിട്ടല്ല. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കാലത്തിൽ അത്യാവശ്യമാണ്. അപ്പോൾ അത്യാവശ്യത്തിൽ എന്താണ് പറയുന്നത്? 2011 തുടങ്ങി 2016 വരെ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇല്ല എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കേരളത്തിൽ പവർ കട്ട് ഉണ്ട്. 1 മണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നു. അത് രാവിലെയും വൈകുന്നേരമാണ്. 200 യൂണിറ്റിൽ മേലെ ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയമാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു ദിവസം പോലും പവർ കട്ടില്ലാത്ത ഒരു 10 വർഷം മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ KSRTC സംബന്ധിച്ച് നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന സംവിധാനം KSRTC ആണ്. കാരണം കുന്നുകളിലേക്കും മലകളിലേക്കൊന്നും പ്രൈവറ്റ് ബസ്സുകളില്ല. അവിടേക്ക് സാധാരണക്കാർ ഉപയോഗിക്കുന്ന KSRTC ആണ്. ആ KSRTC പൂട്ടാൻ പോവുകയാണ്. KSRTC 16,000 വരുന്ന സാധാരണക്കാർക്ക് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളമില്ല, അവർക്ക് ബോണസ് കിട്ടുന്നില്ല, അവർക്ക് ഓണത്തിന് പോലും ബോണസ് കിട്ടിയില്ല. എത്രയോ സമരമാണ് നമ്മൾ ആ സമയത്ത് കണ്ടു. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ KSRTC തന്നെ ഹൈടെക്കായി, ബസ്സുകൾ ഹൈടെക്കായി. പ്രധാനപ്പെട്ട ബെൻസിൻ്റെയും വോൾവോയിൻ്റെയും അതുപോലെ തന്നെ പുതിയ ബസ്സുകൾ KSRTC തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന അവസ്ഥയിലേക്ക് മാറി. കേരളത്തിലെ എല്ലാ KSRTC ജീവനക്കാർക്കും 1-ാം തീയതി ശമ്പളം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സമരങ്ങളില്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് അതിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത് എങ്ങനെയാണ്. അതൊക്കെ വിജയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വിജയം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ 1-ാം പിണറായി വിജയൻ സർക്കാർ, 2-ാം പിണറായി സർക്കാർ ഞാൻ കണ്ട ഒരു കാര്യം, കേരളത്തിലെ 2 ടേം പൂർത്തിയാക്കിയിരിക്കുന്ന എല്ലാ MLA-മാരോടും മാറി നിൽക്കാൻ പറഞ്ഞു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ വരുന്ന മന്ത്രിമാർ മാറിയുന്നു. ഏത് KN ബാലോ, നമ്മുടെ തോമസ് ഐസക്കിനെ പോലെ, ശൈലജ ടീച്ചറെ പോലെയൊക്കെ പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ചിരുന്ന ഏറ്റവും പെർഫോം ചെയ്ത മന്ത്രിമാർ മാറി നിന്നിട്ട് പുതുമുഖങ്ങൾ വന്ന് മത്സരിച്ചു. ആ സമയത്ത് 99 സീറ്റിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ടൈമിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്തായിരുന്നു വലിയ രീതിയിൽ അത് ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തുന്നു, പിന്നെ ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങളുടെ ഒരു ശരം തന്നെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു ആ സമയത്ത്. ഈ ആരോപണം എല്ലാം ജനങ്ങളെടുത്ത് അട്ടിക്ക് വെച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തലയാണ് സത്യം പറഞ്ഞാൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് മുഴുവൻ. ഈ 2021 തുടങ്ങി 26 വരെയുള്ള കാലയളവിൽ ഏതെങ്കിലും അവിടെ അഴിമതി ആരോപണം ഉണ്ട്, ഒന്നും വിജയിച്ചില്ല എന്നുള്ളത് മാത്രമല്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും എടുത്ത് പള്ളി കളഞ്ഞു, അല്ലെങ്കിൽ CBI അന്വേഷണം വന്നു, ED അന്വേഷണം വന്നു, ഒന്നും തെളിയിക്കാൻ പറ്റാതെ അതെല്ലാം പൊളിഞ്ഞ് പാളീസായി. 2021 തുടങ്ങി 26 വരെയുള്ള കാലയളവിൽ എന്താ സംഭവിച്ചത്? ഒരാൾക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രി ഇത്ര പണം വാങ്ങി, അല്ലെങ്കിൽ ഒരു സ്വജനപക്ഷപാതം നടത്തി, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ നടത്തി, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ നടത്തി എന്നുള്ള ഒരു സംവിധാനവും ഇല്ല. എല്ലാവർക്കെതിരെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിച്ച് പോകുന്ന ഒരു സർക്കാരായി മാറി. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുന്ന നിലയിലേക്ക് സർക്കാർ മാറുകയും സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഇതുവരെ പറയാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷമായി മാറി എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാം. അപ്പം ഈ 11 തുടങ്ങി 16 വരെയുള്ള കാലത്തും
കാലവും 16 തുടങ്ങി 26 വരെയുള്ള 10 വർഷവും കാലം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഇരുണ്ട കാലം ഉണ്ടായിരുന്നു. ഈ ഇരുണ്ട കാലം എന്ന് പറയുന്നത് വികസനമില്ലാത്ത കാലമാണ്. ആ വികസനത്തിൻ്റെ കാലത്തിൻ്റെ അത് കോടിക്കണക്കിന് രൂപയുടെ PRD പരസ്യം 158 കോടി രൂപ 5 വർഷത്തേക്ക് PRD പരസ്യത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു. ആ സ്ഥലത്ത് അത് കഴിഞ്ഞ് വന്ന അധികാരത്തിൽ വന്ന സർക്കാർ വെറും 158 കോടിയിൽ നിന്നും 110 കോടിയിലേക്ക് അല്ല 118 കോടിയിലേക്ക് കുറേ 40 കോടി രൂപയുടെ വ്യത്യാസം കുറവ് PRD പരസ്യം ചെയ്ത സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം തന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഇത് കോൺഗ്രസിനോട് അനുകൂലമായി നിന്നിരുന്ന മാധ്യമങ്ങൾക്ക് പണം എത്തിക്കേണ്ട കുറുക്ക് വഴികൾ, ഞാൻ അതിനകത്ത് PRDയുടെ ഒരു കണക്കെടുത്ത് നോക്കിയായിരുന്നു. അപ്പം പിന്നെ ഒരു കോളം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നിട്ടാണ് പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ട് കോളം സ്ക്വയർ ആക്കി. കോളം സ്ക്വയർ ആക്കുമ്പോൾ ഒരു ചെറിയ പത്രങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി കിട്ടും ഈ പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക്. അപ്പം അങ്ങനെ ഒരു സംവിധാനമാക്കി 2 പത്രങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾക്ക് മാത്രം പൈസ കൊടുത്തു. അപ്പം അന്നത്തെ പത്രത്തിൻ്റെ കമ്പനി ഓണേഴ്സ് എല്ലാം കൂടി ചെന്നിട്ട് പറഞ്ഞു, ഇത് ചെയ്യാൻ നടപടിയല്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ ഒരു കാലമുണ്ട് 2011. കാരണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പത്രങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വരെ അന്നത്തെ UDF സർക്കാർ കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ആ പത്രങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് UDF വരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. കാരണം ആ കാലം അവർക്ക് സുവർണ്ണകാലമാണ്. UDFൻ്റെ കാലത്തെ സുവർണ്ണകാലമാണ് ഈ 2011 തുടങ്ങി 16 വരെ. ആ പത്രങ്ങൾക്ക് മാത്രം, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കെന്ന് ഞാൻ പറയത്തില്ല, ആ പത്രങ്ങൾക്കും ആ മാധ്യമങ്ങൾക്ക് മാത്രം. ആ മാധ്യമങ്ങൾ കേരളത്തിലെ ഉമ്മൻചാണ്ടി UDF സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ പോലെ ഈ തെലുങ്കാനയിൽ നിന്നും ഈ കേരളത്തിൽ പരസ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാന സർക്കാർ കേരളത്തിലേക്ക് കാർഡ് റേറ്റ് ഇട്ട് പരസ്യം ചെയ്യുന്നു എന്ന് പറയാം. 1 പരസ്യമല്ല, 2 പരസ്യമല്ല, 3 പരസ്യം, 6-8 കോടി രൂപ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ലാത്ത സമയത്ത് പോലും ഞങ്ങളുടെ കയ്യിൽ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പണം തരുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ പിണറായി വിജയൻ സർക്കാർ പണം തരുന്നുണ്ടോ എന്നുള്ള താരതമ്യത്തോടു കൂടിയാണ് പറയുന്നത്. റിപ്പോർട്ടർ TVന് ഇന്നത്തെ ഒരു വലിയ രസം കേട്ടോ. എന്താണെന്നറിയോ? റിപ്പോർട്ടർ TVക്ക് പിന്നെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കാരണം? ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമാക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് മുന്നണികൾ. എന്തുകൊണ്ടാണ് മുന്നണി തീരുമാനിക്കാൻ കാരണം എന്താണ്? ഇവർക്ക് വേണ്ടി കൊള്ളൂത്ത് നടത്തുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ പണമില്ല, നിങ്ങൾക്ക് പരസ്യം തരാൻ തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ അതിനെ എങ്ങനെ അതിനെ താരതമ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അധികാരമില്ലാത്ത സർക്കാർക്ക് വരെ പണം എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പം ഞങ്ങളുടെ അധികാരം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തു തരാം എന്നുള്ളതാണ്. അപ്പം CPM അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? CPM അതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രൊഫഷണലിസ്റ്റ് സംവിധാനത്തോടു കൂടി ഈ CPMൻ്റെ ഒരു സൈബർ സംവിധാനം മാറി എന്നുള്ളതാണ്. ഒരു CPM കേരള എന്ന് പറയുന്ന ഒരു പേജിൽ വല്ലപ്പോഴും 1-2 പിന്നെ വീഡിയോകൾ വന്നിരുന്ന കാലത്ത് നിന്നും 2016 തുടങ്ങി 11 തുടങ്ങി 16 വരെ ഇങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നെന്നും ഈ ഇരുണ്ട കാലത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നും ഈ കാലത്ത് ഏതൊക്കെ അഴിമതികളാണ് നടന്നതെന്നും എല്ലാം വ്യക്തമായും ശക്തമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു CPMൻ്റെ സൈബർ വിങ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ CPMൻ്റെ സൈബർ വിങ്ങിനെ പ്രത്യേകിച്ചിടത്തോളം അതിനകത്ത് കോൺഗ്രസ് അടിപതറി വീഴുന്നതാണ് കാണുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഇതിനെ കണ്ണിക്കാൻ പറ്റത്തില്ല. 2011 തുടങ്ങി 16 വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വിഷയങ്ങളെ ഞങ്ങളുടെ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പ്രൊഫഷണലിസത്തോടു കൂടി അതിന് നീങ്ങാൻ പറ്റിയെന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മുടെ VD സതീശൻ പറയുന്നത് AK സെൻറ്റർ കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുന്നുണ്ടാവുക. കാരണം അതൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു കേഡർ സംവിധാനമുണ്ട്. ആ കേഡർ സംവിധാനം വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പണ്ട് പറയുന്നുണ്ട്, ഇലക്ഷൻ ആകുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ അണികൾ ഇറങ്ങി പണിയെടുക്കുമ്പോൾ കോൺഗ്രസ് വീണുപോകും. കാരണം ആ അടി താങ്ങാനുള്ള ശേഷി, സൈബറിലുള്ള അടി താങ്ങാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ല. 1, 2, 3 ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഫേസ്ബുക്കിൽ കൂടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെയും റീൽസ് ഇട്ടുകൊണ്ട് മാത്രം ഇലക്ഷനെ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ആ ഇലക്ഷനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു വലിയ രീതി ആ സ്ഥലത്താണ് കനകൂലുവിനെ കൊണ്ടുവരുന്നത്. കനകൂലു ഇതെല്ലാം ചെയ്തോളും എന്ന് വിചാരിച്ചാൽ ആ കനകോലുവിനെ തന്നെ കീറി പൊട്ടിച്ചു കളഞ്ഞു ഫസ്റ്റ് ദിവസം തന്നെ. ആദ്യത്തെ 1, 2, 3 ദിവസം കൊണ്ട് തന്നെ കനകോലുകൂടി തെലുങ്കാനയിൽ നടത്തിയതുപോലെയോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയതുപോലെയോ കേരളത്തിൽ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള PR പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ ഈ PR പ്രവർത്തനം എന്ന് പറയുന്നതിന് തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. എന്താണ് യഥാർത്ഥം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന് യഥാർത്ഥമല്ലെങ്കിൽ ഇത് യഥാർത്ഥമല്ല എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പം ഇന്നലെ 2 പരസ്യങ്ങൾ വന്നു. ആ 2 പരസ്യം എന്ന് പറയുന്നത് അത് 2 പേജായിട്ട് കാണാനേ പാടില്ല. ആ പരസ്യത്തെ ഒറ്റ പരസ്യമായിട്ട് കാണണം. ഒരു സ്ഥലത്ത് എന്താണ്, ഒരു സ്ഥലത്ത് ഇരുണ്ട
കാലത്തിലുള്ള കാര്യങ്ങളും ഒരു സ്ഥലത്ത് പിണറായി വിജയൻ സർക്കാർ വന്ന കാലങ്ങളും തമ്മിൽ അതൊരു പരസ്യമായി കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല, ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കി, അതാണ് ഒരേ ലേഔട്ടിലാണ്, ഒരേ സംവിധാനം തന്നെ ഇപ്പുറം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. ഞാനിപ്പോൾ ഇന്ന് ആലോചിക്കുകയായിരുന്നു വയനാട്ടിലേക്ക് ഒരു തുരങ്കപാത. അപ്പോൾ ആ തുരങ്കപാതയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വയനാട്ടിൽ എല്ലാ ശനിയും ഞാൻ പോയി വരുന്ന ആളാണ് ഞാൻ. കാരണം 4 മണിക്കൂർ ചുരത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാകുള്ളൂ. കോഴിക്കോട്, വയനാട്, ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പം എന്താ പറയുക, 10 മിനിറ്റ് ഈ തുരങ്കം വന്നാലുള്ള ബെനിഫിറ്റ് എന്താ, 10 മിനിറ്റും കൊണ്ട് ചുരത്തിന് മേലെ എത്തും. കാരണം അവിടുത്തെ ജനങ്ങളെ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുവരണമെങ്കിൽ 4 മണിക്കൂർ 4.5 മണിക്കൂർ ചുരത്തിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ പെൺകുട്ടിക്ക് പാമ്പ് കടിയേറ്റിട്ട് തിരികെ കൊണ്ടുവരാൻ എത്ര മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കി ഒരു സർക്കാർ വേണ്ടേ ഇത് ഇങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടി. ഇത് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ, ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് പിണറായി വിജയൻ സർക്കാർ തുടർഭരണം വിചാരിച്ചിട്ടാണ് ഇവിടെ ഒരു തുരങ്കപാത പണിയുന്നത് എന്നുള്ളത്. സാങ്കേതിക അനുമതി കിട്ടുന്നത് അതൊരു ദീർഘവീക്ഷണാണ്. ഈ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ് ഈ നാഷണൽ ഹൈവേയും ഈ പറഞ്ഞ വിഴിഞ്ഞവും ഈ പറഞ്ഞ എയർപോർട്ടുകളും ഈ പറഞ്ഞ വ്യവസായ വികസനങ്ങളും ഒക്കെ. ഇതുപോലെയുള്ള വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഈ തുടർഭരണത്തിന്റെ സുഖം, തുടർഭരണം കിട്ടിയാൽ കേരളത്തിൽ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വിധിയെഴുത്തുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.